ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. പലരും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, കല്യാണം നടക്കുന്ന സമയം എങ്ങനെ അറിയാം, വീട് വെക്കുന്ന സമയം എങ്ങനെ അറിയാം, ജോലി കിട്ടുന്ന സമയം എങ്ങനെയൊക്കെ അറിയാമെന്ന്. ഇതിന് ഒരു പ്രത്യേകമായിട്ട് നമ്മൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഒത്തിരി മെത്തേഡ് ഉണ്ട്. ഇത് ഇൻട്രാഭാവ മെത്തേഡാണ്. നമുക്കത് ഇന്നൊന്ന് നോക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ, ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണസഹിതമുള്ള വീഡിയോകളാണ്. പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ലോജിക്കുകളെ ഒത്തിണക്കിക്കൊണ്ട് പറയുന്ന വീഡിയോകളാണ്. 4-5 ലൈവ് വീഡിയോകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു വിഷയം തന്നെ പഠിക്കാനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് നോക്കാൻ പോണത് ഒരു നികழ்വ്, അതായത് ഒരു സംഭവം നടക്കുന്നതിന് പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് ഇൻട്രാ സ്റ്റെല്ലാർ മെത്തേഡാണ്. ഇൻഡസ്റ്റെല്ലാർ അല്ല കേട്ടോ, ഇൻട്രാ സ്റ്റെല്ലാർ മെത്തേഡ്. വളരെ സിമ്പിൾ ആണ്. സപ്പോസ് ഒരു ലഗ്നം, ഏത് ലഗ്നം ആയിക്കോട്ടെ, ഒരു ലഗ്നം, അതിന്റെ 7th ഹൗസ്, 7ാം ഭാവം. 7ാം ഭാവാധിപൻ ശുക്രൻ, 2ാം ഭാവാധിപൻ ശുക്രൻ. ഇപ്പൊ സന്താനമാണെങ്കിൽ 5ാം ഭാവാധിപൻ സൂര്യൻ. വീട് വയ്ക്കാന്ന് പറഞ്ഞാൽ 4ാം ഭാവാധിപൻ ചന്ദ്രൻ. ഇങ്ങനെ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് അറിയാമല്ലോ. ബേസിക് അറിയാത്തവർ ചാനൽ കാണുകയാണെങ്കിൽ ബേസിക്സ് ആദ്യം പോയി നോക്കുക. എങ്കിലും ഈ വീഡിയോക്ക് വേണ്ടുന്ന ബേസിക്സ് ഞാൻ പറയുന്നുണ്ട്. ഈ വ്യാഴത്തിന്റെ ക്ഷേത്രമാണിത്. ഇത് ശനിയുടെ ക്ഷേത്രങ്ങളാണ്. ഇത് ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ, ഇത് ശുക്രന്റെ ക്ഷേത്രം, ഇത് ബുധന്റെ, ഇത് ചന്ദ്രന്റെ, സൂര്യന്റെ. അപ്പോൾ ഈ ലഗ്നത്തിലാണ് ജനിച്ചെങ്കിൽ 7th ഹൗസ് എന്ന് പറയുന്നത് തുലാം. ഈ ലഗ്നം എന്ന് പറഞ്ഞാൽ മേഷലഗ്നത്തിന് 7th ഹൗസ് തുലാം. തുലാത്തിന്റെ ലോർഡ്, തുലാത്തിന്റെ അധിപൻ വീനസ്. വീനസ് ഇസ് ദ ലോർഡ് ഓഫ് 7th ലോർഡ്. Venus is the lord of 7th house. That means the 7th lord is Venus. So first of all we want to check the dasha abhara, dasha and buddhi. അപ്പോൾ കല്യാണം നടക്കാനാണെങ്കിൽ നമ്മൾ ഈവൻ ഫ്രം 18 years we can check. 18 വയസ്സ് തുടങ്ങി നമുക്കൊരു 36 വയസ്സ് വരെ വേണേൽ നോക്കാം. 36 എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലാണ്. 18 to 27 years വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു 9 years. പിന്നെ വേണമെങ്കിൽ വീണ്ടും അടുത്ത 9 years എന്ന് പറയുന്ന ലേറ്റർ മാരേജ് ആണ്. ഇത് സമയം നടക്കേണ്ട മാരേജ് 18 to 27 നോക്കണം. ഒരു ലേറ്റർ മാരേജ് 27 to 36 നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ സമയത്ത് വരുന്ന ബുദ്ധികൾ, ദശാബുദ്ധി, ദശ നോക്കുക. And buddhi means abhara. Then even you can split into chidra. In Tamil it is known as dasha, buddhi and antara. Then sushma and prana is there. We don't want to consider that also. We don't want to consider that. First of all we have to look dasha, abhara and dasha and abhara. And you can even look ചിത്ര. അപ്പൊ ഇത് ഉണ്ടാവും എന്ന് പറയാനായിട്ട്, ഒരു ഭാവം ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ആ ഭാവത്തിന്റെ പോസിറ്റീവായി നെഗറ്റീവായിട്ടുള്ള ഫലം നൽകും. പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ ആ ഭാവത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, 7ാം ഭാവ ഗുണം എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ 7th ലോർഡ്, സപ്പോസ് ഇവിടെ 7th ലോർഡ് വീനസ് ആണ്. വീനസിന്റെ സ്റ്റാർ ഏതൊക്കെയാ? വീനസ്, ശുക്രന്റെ സ്റ്റാർ ഭരണി, പൂരാടം, പൂരം. ഇത് ശുക്രന്റെ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഇരിക്കണ്ടോ നോക്കണം. അതായത് സൂര്യൻ ഇരിക്കുന്ന നക്ഷത്രം, ചന്ദ്രൻ ഇരിക്കുന്ന നക്ഷത്രം, ചൊവ്വ ഇരിക്കുന്ന നക്ഷത്രം, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഇങ്ങനെയുള്ള 9 ഗ്രഹങ്ങളും ഏത് നക്ഷത്രത്തിലാണ് ഇരിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഭരണിയിലോ പൂരാടത്തിലോ പൂരത്തിലോ ഉണ്ടെങ്കിൽ കല്യാണം നടക്കാനുള്ള സാധ്യത കൂടും. ഒരെണ്ണം ഉണ്ടെങ്കിൽ
ഏഴാം ഭാവാധിപൻ ആക്റ്റീവ് ആവുന്ന ഒരു സമയം ഉണ്ടാവും. അത് ഈ ടൈമിലാണെങ്കിൽ ഓക്കെ, അത് സാധ്യത വർദ്ധിപ്പിക്കും. സപ്പോസ് ഇതിപ്പോ ലഗ്നം ആണ്, ഇത് ഞാൻ മാറ്റാണ് കേട്ടോ, അധിപന്മാരെ മാറ്റാണ്. അധിപന്മാരെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ശുക്രനാണ് അധിപൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചെന്നുള്ളത്. ലഗ്നം, ശുക്രൻ, സൂര്യൻ ഇവിടെ ഇരിക്കാന്ന് വിചാരിക്കാം. സൂര്യൻ ഇവിടെ ഇരിക്കുന്നത് പൂരം നക്ഷത്രത്തിലാണ്. അത് കാരണം ഇവിടെ മകം, പൂരം, ഉത്രം കാലാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ പൂര നക്ഷത്രത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ സൂര്യൻ പൂരത്തിലാണ്. അപ്പൊ ശുക്രൻ ഈ 7th ലോഡ് അദ്ദേഹത്തിന്റെ നക്ഷത്രത്തിലാണ് സൂര്യൻ ഇരിക്കുന്നത്. അതായത് ശുക്രന്റെ സാരത്തിൽ ഇരിക്കണം എന്ന് പറയും. ഇൻ KP മെത്തേഡ് ഇറ്റ് ഈസ് നോൺ ആസ് സൺ ഈസ് ഇൻ ദി ശുക്ര സ്റ്റാർ ഓർ ശുക്ര സാര. സൂര്യൻ ഇരിക്കുന്നത് ശുക്രന്റെ നക്ഷത്രത്തില്. ഒന്ന്. സപ്പോസ് ഒരു ഗ്രഹം കൂടി നമുക്ക് നോക്കാം. ഇവിടെ വ്യാഴം ഇരിക്കുന്ന പൂരാടത്തിലാണെന്ന് വിചാരിക്കാം. മൂലം, പൂരാട, ഉത്രാടം ഈ മിഡിലായിട്ട് പൂരാടത്തിലാണ്. ഇപ്പൊ 2 സ്റ്റാർ വന്നില്ലേ. അപ്പൊ ഇത് കല്യാണം നടക്കാനുള്ള സാധ്യത കൂടും. അപ്പോ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ വ്യാഴത്തിന്റെ ബുദ്ധിയിലോ സൂര്യന്റെ ബുദ്ധിയിലോ ഈ 7th ഹൗസ് ആക്റ്റീവ് ആവും. ആ സമയത്ത് കല്യാണം നടക്കാനുള്ള സാധ്യത കൂടും. ഇപ്പൊ ഏതെങ്കിലും ഒരു ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നു. അപ്പോ ഇവിടെ ഉള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാ? കാർത്തിക, രോഹിണി, മകീരം. ഇപ്പൊ ഇവിടെ മകീരത്തില് ആണ് ജനിച്ചതെന്ന് ഇരിക്കുക. മൃഗശീർഷ നക്ഷത്രം മകീരത്തിലാണെങ്കിൽ ജനിച്ച ചൊവ്വയുടെ നക്ഷത്രത്തില് ഒരു 3 വർഷം കിട്ടിയെന്ന് വരിക. പിന്നെ 18 വർഷം രാഹു. അപ്പൊ 21 വയസ്സായി. പിന്നെ വ്യാഴത്തിന്റെ ടൈം തുടങ്ങും. അപ്പൊ വ്യാഴത്തിന്റെ സമയം തുടങ്ങുന്ന സമയത്ത് 21 വയസ്സ് കഴിയുമ്പോഴത്തേക്കും വ്യാഴം ആക്റ്റീവ് ആവും. വ്യാഴത്തിന്റെ സ്വാപഹാരം ബലം അല്ലെങ്കിൽ കൂടിയും 7th ഹൗസിനെ ആക്റ്റീവ് ആക്കുന്നതുകൊണ്ട് കല്യാണം നടക്കാനുള്ള ഒരു കാലഘട്ടമായെന്ന് പറയാൻ പറ്റും. കല്യാണം നടക്കും പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ ഒരു കല്യാണം, കുട്ടികൾ ഉണ്ടാവുന്ന കാലം ഏതാണ്, വീട് വാങ്ങിക്കുന്ന കാലം ഏതാണെന്നൊക്കെ ഉള്ളത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗ്രഹം ഇരിക്കുന്ന സ്റ്റാർ ഏതാന്ന് നോക്കണം. എല്ലാ ഗ്രഹത്തിന്റെ സ്റ്റാർ നോക്കണം. ആ സ്റ്റാറിലെ 7th ലോഡ്, ആദ്യം ലോഡ് ഏതാന്ന് നോക്കണം. പിന്നെ ആ ലോഡിന്റെ സ്റ്റാർ ഏതാന്ന് നോക്കണം. ആ സ്റ്റാറിൽ ഏതെങ്കിലുമൊക്കെ ഗ്രഹം ഇരിക്കണ്ടോ എന്ന് നോക്കണം. ആ ഗ്രഹത്തിന്റെ അപഹാര കാലഘട്ടങ്ങളിലോ ദശ കാലഘട്ടങ്ങളിലോ ആ സംഭവം എന്തായാലും നടക്കും. ഇതാണ് റൂള്. ഞാൻ വലിച്ചു നീട്ടി കുറെ കൊണ്ടുപോകുന്നില്ല. വേണുഗോറിനും കൂടി പറഞ്ഞുതരാം സംശയം മാറാൻ വേണ്ടി. ഇത് സ്റ്റെല്ലാർ അസ്ട്രോളജിയിലെ മെയിനായിട്ട് KP മെത്തേഡ് എന്നൊക്കെ പറയില്ലേ, അതിൽ അവരുപയോഗിക്കുന്ന ഒരു മെയിൻ റൂളാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് വളരെ വർക്കിംഗ് ആണ്. നമ്മൾ ഇത് പല സ്ഥലത്തും നോക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും മാച്ച് ആവും. സപ്പോസ് ഈ ലഗ്നം എന്ന് വിചാരിക്കാം. അപ്പൊ വീട് വാങ്ങിക്കോ. അപ്പൊ വീട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ആണ് 4th ലോഡ്. സൂര്യൻ അപ്പൊ ഇരിക്കുന്ന നക്ഷത്രം ഏതാ നോക്കും. ഈ സൂര്യന്റെ നക്ഷത്രം ഏതാ? പല മെത്തേഡ് ഉണ്ട്. ഇപ്പൊ സൂര്യന്റെ നക്ഷത്രം ഏതാ? കാർത്തിക, ഉത്രാടം. അപ്പൊ 4th ലോഡ് നോക്കാദ്യം. ഫൈൻഡ് ദി 4th ലോഡ്. ഫസ്റ്റ് റൂളാണ്. ദെൻ ഫൈൻഡ് ദ സ്റ്റാർസ് ഓഫ് ദി ലോഡ്. അത് കണ്ടുപിടിച്ചു. ദെൻ ഫൈൻഡ് ദ പ്ലാനറ്റ്സ് ഇൻ ദ സ്റ്റാർസ്. ഈ കാർത്തിക ഉത്തരത്താഴത്തിൽ ഏതെങ്കിലും ഗ്രഹം ഇരിക്കണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾ അത് ഡിഗ്രി വൈസിൽ ഏത് നക്ഷത്രം, ഓരോന്നിന്റെ നക്ഷത്രം ഏതാ നോക്കണം. ചന്ദ്രൻ, സൂര്യന്റെ നക്ഷത്രം, സൂര്യൻ ഇരിക്കുന്ന നക്ഷത്രം, ചന്ദ്രൻ ഇരിക്കുന്ന നക്ഷത്രം, ചൊവ്വ ഇരിക്കുന്ന നക്ഷത്രം ഒക്കെ നോക്കുമ്പോൾ ഓരോ നക്ഷത്രം കിട്ടിയെന്ന് വിചാരിക്കാം. സപ്പോസ് ചൊവ്വ ഇരിക്കുന്ന നക്ഷത്രം ഉത്രമാണെന്ന് വിചാരിക്കാം. അപ്പോ ഉത്തരം കിട്ടി. അപ്പൊ ഈ ചൊവ്വയുടെ അപഹാരത്തില് ഈ 4ാം ഭാവം കണക്ട് ആവും. കാര്യം സ്റ്റാർ ഇന്റർസ്റ്റെല്ലാർ കണക്ഷൻ ആണത്. ഇൻട്രാസ്റ്റെല്ലാർ കണക്ഷൻ. ഈ ചൊവ്വ അപഹാരം നടക്കുന്ന സമയത്ത് ഇതിരിക്കുന്ന സ്റ്റാർ, അതിപ്പോ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിപ്പോ 4ാം ഭാവമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വന്നു.
എൻ്റെ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാൻ ഇത് ഉത്രാടമാക്കാം. അപ്പോൾ ഇവിടെ 8th ഹൗസിലാണ് ഇത് ഇരിക്കുന്നതെങ്കിലും 8th ഹൗസിലാണ് ഇരിക്കുന്നത്, ഉത്രാടമാണ് ഇരിക്കണമെങ്കിൽ ഈ 8ാം ഭാവത്തിലിരിക്കുന്ന 7ാം ഭാവാധിപൻ 8ലിരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ ഉത്രാടം നക്ഷത്രം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സൂര്യൻ ഇരിക്കുന്നത് സൂര്യന്റെ നക്ഷത്രം ആയതുകൊണ്ട് സൂര്യൻ നക്ഷത്രം ആയതുകൊണ്ട് 4th ഹൗസ് വൈബ്രേറ്റ് ആവും. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം 7ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആണ്, ക്ലയൻസ് ആണ്, സം സോർട്ട് ഓഫ് ബിസിനസ് ആണ്. ആ ബിസിനസ് നടത്തി പെട്ടെന്നുള്ള വരുമാനമാണ് എന്ത് 8ാം ഭാവം കാണിക്കണം. അപ്പൊ 7ാം ഭാവം വ്യാഴത്തിന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പണമാണ്, പണം രാശിയാണ്. ആ പണം പെട്ടെന്നുള്ള വരുമാനം കിട്ടി, ആ വരുമാനം കൊണ്ട് ഇയാള് വീട് വെക്കുന്നത് ഈ ദശാപഹാരങ്ങള് കണക്ട് ആവുന്ന സമയത്ത്, അതായത് ഇപ്പൊ വ്യാഴദശയില് ചൊവ്വയുടെ അപഹാരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വീട് വെക്കും എന്ന് പറയാൻ പറ്റും. ഇത് വളരെ പെട്ടെന്ന് നോക്കാൻ പറ്റും, പ്രാക്ടീസ് ചെയ്താൽ നോക്കാൻ പറ്റും. ഇൻട്രാ സ്റ്റെല്ലർ മെത്തേഡ് ഓഫ് ഇവന്റ് കാൽക്കുലേഷൻ, അതാണ് ഇന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കർമ്മ അസ്ട്രോളജിയുടെ ക്ലാസ് 7ാം തീയതി 7/7/2025 ആരംഭിക്കേണ്ട കർമ്മ ജ്യോതിഷം ഫുൾ കോഴ്സാണ്. ഇതിന്റെ ബേസിക് ലെവല്, ഫൗണ്ടേഷൻ മൊത്തം പഠിപ്പിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ലെവലില് 3000 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്, മൊത്തം പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലെങ്കിലും വേറെ എപ്പോഴെങ്കിലും വന്ന് കണ്ടാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. കാര്യം എല്ലാ കോഴ്സുകളും റെക്കോർഡഡ് വീഡിയോസ് ചെയ്തിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഡൗട്ട്സ് നിങ്ങൾക്ക് അല്ലാണ്ട് ഓൺലൈനിൽ വന്ന് ചോദിക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ നമഃ.